പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്ലസ് ടു തുല്യതയുടെ അക്ഷരകേളിയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തുക. മെഗസ്തനീസ് ഇന്ത്യക്ക. മെഗസ്തനീസ് എന്താണ്? ഇന്ത്യക്ക. കൗടില്യൻ അർത്ഥശാസ്ത്രം. ഹരിസേനൻ അലഹബാദ് സ്തംഭലിഖിതം. ജെയിംസ് പ്രിൻസപ്പ് ബ്രാഹ്മി ലിപി. ഇപ്പം മെഗസ്തനീസിൻ്റെ ഇന്ത്യക്ക, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, ഹരിസേനൻ്റെ അലഹബാദ് സ്തംഭലിഖിതം, ജെയിംസ് പ്രിൻസപ്പിൻ്റെ ബ്രാഹ്മി ലിപി. ഇനി ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത് ഖാജ മുഹിയുദ്ദീനാണ്. ഗരീബ് നവാസ് ഖാജ മുഹിയുദ്ദീൻ. കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ബസവണ്ണ. കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബസവണ്ണ. 4000 ദിവ്യപ്രബന്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഴ്വാൻമാർ. 4000 ദിവ്യപ്രബന്ധം ആഴ്വാൻമാർ. പത്മാവത് എഴുതിയത് മാലിക് മുഹമ്മദ് ജയ്സി. പത്മാവത് മാലിക് മുഹമ്മദ് ജയ്സി. ഇനി കാലഗണനക്രമത്തിൽ എഴുതാനുള്ളതാണ്. കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരം 1809. വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹം 1924. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ക്ഷേത്രപ്രവേശന വിളംബരം 1936. പാലിയം സത്യാഗ്രഹം 1948. അടുത്ത ചോദ്യം നോക്കാം. ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഹാരപ്പൻ ലിപി ഒരു ചിത്രലിപിയായിരുന്നു. ഹാരപ്പൻ ലിപി ഒരു ചിത്രലിപിയായിരുന്നു. അതായത് അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഹാരപ്പൻ ലിപിയിൽ അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ ലിപി വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയിരുന്നു. ഇതുവരെ ഈ ലിപി പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം, മഹാജനപദങ്ങളുടെ 2 പ്രത്യേകതകൾ എഴുതുക. BCE 6-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 16 വലിയ ഭരണപ്രദേശങ്ങളായിരുന്നു ഇവ. മഹാജനപദങ്ങൾ എന്നത് BCE 6-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 16 വലിയ ഭരണപ്രദേശങ്ങളായിരുന്നു. ഭൂരിഭാഗം മഹാജനപദങ്ങളും രാജാക്കന്മാർ ഭരിച്ചപ്പോൾ വജ്ജി പോലുള്ള ചിലത് ഗണങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ എന്നറിയപ്പെട്ട കൂട്ടായ്മകളാണ് ഭരിക്കപ്പെട്ടത്. അപ്പോൾ വജ്ജി പോലുള്ളത് ഗണങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങളാണ് ഭരിക്കപ്പെട്ടത്. മഹാജനപദങ്ങളിൽ ഏറ്റവും മികച്ചത് മഗധയായിരുന്നു. മഗധയിലെ മഹാജനപദം വളരെ വിപുലമായിരുന്നു, പേരുകെട്ടതായിരുന്നു, വളരെ വികാസം പ്രാപിച്ച ഒന്നായിരുന്നു മഹാജനപദയായിരുന്നു മഗധ എന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സിയാറത്ത്, ഖവാലി ഇവ എന്തെന്ന് വ്യക്തമാക്കാൻ. സിയാറത്ത് എന്നത് സൂഫി വര്യന്മാരുടെ പുണ്യ ശവകുടീരങ്ങളിലേക്ക് അഥവാ ദർഗകളിലേക്ക് ഭക്തർ നടത്തുന്ന തീർത്ഥാടനമാണ്. ഇപ്പം സൂഫി വര്യന്മാരുടെ പുണ്യ ശവകുടീരങ്ങളിലേക്ക് അല്ലെങ്കിൽ ദർഗകളിലേക്ക് ഭക്തർ നടത്തുന്ന തീർത്ഥാടനത്തിന് പറയുന്ന പേരാണ് സിയാറത്ത്. ഖവാലി എന്നത് സൂഫി സന്യാസിമാരെയും ഈശ്വരനെയും പ്രകീർത്തിച്ചുകൊണ്ട് ദർഗകളിൽ ആലപിക്കുന്ന ആത്മീയ സംഗീത രൂപമാണ്. സൂഫി സന്യാസിമാരെയും ഈശ്വരനെയും പ്രകീർത്തിച്ചുകൊണ്ട് ദർഗകളിൽ ആലപിക്കുന്ന ആത്മീയ സംഗീത രൂപമാണ് ഖവാലി. 11ാമത്തെ ചോദ്യം നോക്കാം. മീരാബായിയെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തയായ ഭക്തി പ്രസ്ഥാന കവയത്രിയായിരുന്നു മീരാബായി. ഒരു കവയത്രിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. ഇവരൊരു ഭക്തി പ്രസ്ഥാന കാലഘട്ടത്തിലെ കവയത്രിയാണ്. രാജകുമാരിയായിരുന്നു. എവിടത്തെയാണ്? മേവാറിലെ രാജകുമാരിയായിരുന്നു. ശ്രീകൃഷ്ണനിൽ അടിയുറച്ച ഭക്തയായിരുന്നു. അവർ പരമ്പരാഗതമായിട്ടുള്ള രാജകീയ ആചാരങ്ങളെയും ജാതി വ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് കൃഷ്ണഭക്തി തുളുമ്പുന്ന ഭജനുകളാണ് രചിച്ചത്. കൃഷ്ണൻ്റെ ഭക്തി തുളുമ്പുന്ന ഭജനുകൾ രചിച്ചു. എങ്ങനെ? പരമ്പരാഗത രാജകീയമായ ആചാരങ്ങളെയും ജാതി വ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ്. 12ാമത്തെ ചോദ്യം, വിജയനഗര സാമ്രാജ്യ സ്ഥാപകൻ
ആരെല്ലാമാണ്? 2 സഹോദരങ്ങളാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. അത് AD 1336 AD 1336 തുംഗഭദ്ര നദിക്കരയിലാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ്. ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കനും ചേർന്നാണ് 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങൾ. ഡൽഹി, ഷാജഹാനാബാദ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്, ഷാജഹാനാബാദ്. മറ്റൊന്ന് മുഗൾ തലസ്ഥാനമാണ് ആഗ്ര എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി മുഗൾ രാജധാനിയിൽ നടത്തിയിരുന്ന 2 പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. നൗറോസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ പുതുവർഷ ആഘോഷമാണ്. നൗറോസ് പേർഷ്യൻ പുതുവർഷ ആഘോഷം. ഇനി രാജാവിൻ്റെ ജന്മദിനാഘോഷമാണ് മറ്റൊന്ന്. തുലാഭാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അവിടെ നടത്തിയിരുന്നു. രാജാവിൻ്റെ ജന്മദിനാഘോഷത്തിന് തുലാഭാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയിരുന്നു. ദീൻ ഇലാഹിയെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ 1582 വിഭാവനം ചെയ്ത ഒരു സമന്വയ മതദർശന രീതിയാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ 1582 വിഭാവനം ചെയ്ത ഒരു സമന്വയ മതദർശന രീതി. എല്ലാ മതങ്ങളിലെയും നല്ല തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരസ്പര സഹിഷ്ണുതയെയും ഏകദൈവ വിശ്വാസവും അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപീകരിച്ചത്. എല്ലാ മതങ്ങളിലെയും നല്ല തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സഹിഷ്ണുതയും ഏകദൈവ വിശ്വാസവും അടിസ്ഥാനമാക്കിയാണ് ഇത് രൂപീകരിച്ചത്. ഇനി 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 നേതാക്കളുടെ പേരെഴുതുക. റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലെ നേതൃത്വമായിരുന്നു റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊന്ന് കാൺപൂരിലെ നാനാ സാഹിബാണ്. കാൺപൂരിലെ നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായി, ഝാൻസി. അടുത്ത ചോദ്യം, കച്ചം എന്നാൽ എന്ത്? ഉദാഹരണം എഴുതുക. സംഘകാലത്തെ പ്രാദേശിക വിപണികളോ ചന്തകളോ ആണ് കച്ചം. സംഘകാലഘട്ടത്തിലെ പ്രാദേശിക വിപണികളോ ചന്തകളോ ആയിരുന്നു കച്ചങ്ങൾ. ഇനി വ്യാപാരവുമായി ബന്ധപ്പെട്ട സംഘങ്ങൾ എന്നും അറിയപ്പെട്ടിരുന്നു കേട്ടോ. പ്രാചീന തമിഴകത്തെ കുരുമുളക്, തുണിത്തരങ്ങൾ എന്നിവ വിറ്റഴിക്കപ്പെട്ടിരുന്ന അങ്ങാടികളാണ് കച്ചമെന്ന് പറയാം. ബുദ്ധമതത്തെക്കുറിച്ച് നോക്കാം. ബുദ്ധമതത്തിൽ പിൽക്കാലത്ത് ഉണ്ടായ വലിയൊരു വിഭാഗമാണ് മഹായാന ബുദ്ധമതം. ബുദ്ധമതത്തിൽ പിൽക്കാലത്തുണ്ടായ വലിയൊരു വിഭാഗം. ബുദ്ധനെ ഒരു മനുഷ്യ ഗുരുവായി കാണുന്നതിന് പകരം ദൈവമായി ഇവർ ആരാധിച്ചു. ഒരു മനുഷ്യ ഗുരുവായി കാണുന്നതിന് പകരം ദൈവമായിട്ടാണ് ഇവർ ആരാധിച്ചത്. ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ആരാധിക്കുന്ന രീതി ഇവർ ആരംഭിച്ചു. ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ആരാധിക്കുന്ന രീതി. മറ്റുള്ളവരുടെ മോക്ഷത്തിനായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന വലിയ സങ്കല്പത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകി. മറ്റുള്ളവരുടെ മോക്ഷത്തിനായി പ്രവർത്തിക്കുന്ന ബോധിസത്വന്മാർ എന്ന വലിയ സങ്കല്പത്തിന് ഇവർ വലിയ പ്രാധാന്യം നൽകി. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. 1917 ബീഹാറിലെ ചമ്പാരനിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് 1917 യൂറോപ്യൻ തോട്ടമുടമകൾ അവിടുത്തെ കർഷകരെ നിർബന്ധിതമായി നീലം കൃഷി ചെയ്യിക്കുന്നതിനെതിരായിരുന്നു ഈ സമരം. യൂറോപ്യൻ തോട്ട ഉടമകൾ അവിടുത്തെ കർഷകരെ നിർബന്ധമായി നീലം കൃഷി ചെയ്യിച്ചു. ഇതിനെതിരായിട്ടായിരുന്നു ഈ സമരം നടന്നത്. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ കർഷകരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നത് സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ഗാന്ധിജി ഇടപെട്ടതോടുകൂടി കർഷകരുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടായി. അതുതന്നെയാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 1946 ബ്രിട്ടീഷ് സർക്കാർ അയച്ച ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി 1946 ബ്രിട്ടീഷ് സർക്കാർ അയച്ച ദൗത്യ സംഘം. ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ: ഇന്ത്യയിലെ പ്രവിശ്യകളെയും
നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക. ഇന്ത്യയിലെ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക. രണ്ടാമത്തേത്, ഇന്ത്യക്ക് പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. ഇന്ത്യക്ക് ഒരു പുതിയ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക. മൂന്നാമത്തേത്, താൽക്കാലിക ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വരുത്തുക. താൽക്കാലിക ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വരുത്തുക. മറ്റൊരു ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും. മഴയുടെ അളവ് കുറഞ്ഞതും നദികൾ വറ്റിവരണ്ടതും കൃഷിയെ ബാധിച്ചു. മഴയുടെ അളവ് കുറഞ്ഞു, നദികൾ വറ്റിവരണ്ടു, അതോടെ കൃഷി ഇല്ലാതെയായി. മറ്റൊന്ന്, വമ്പിച്ച പ്രകൃതിക്ഷോഭങ്ങളാണ്. സിന്ധു നദിയിലുണ്ടായ ആവർത്തിച്ചിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ നഗരങ്ങളെ തകർത്തു കളഞ്ഞു. സിന്ധു നദിയിലുണ്ടായിട്ടുള്ള ആവർത്തിച്ചിട്ടുള്ള വെള്ളപ്പൊക്കങ്ങൾ നാഗരികതയെ നശിപ്പിച്ചു. വിദേശ ആക്രമണങ്ങൾ. ആര്യന്മാരുടെ അധിനിവേശം മൂലമാണ് ഹാരപ്പ തകർന്നതെന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. ആര്യന്മാരുടെ അധിനിവേശം. വനനശീകരണം ഒരു കാരണമായി പറയുന്നുണ്ട്. വിറകിനും ഇഷ്ടിക ചുട്ടെടുക്കുന്നതിനും വേണ്ടി വൻതോതിൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ തകർത്ത് കളഞ്ഞെന്നും അങ്ങനെയും നാശമുണ്ടായതായി പറയപ്പെടുന്നു. അടുത്ത ചോദ്യം, ചിഷ്തി വെൽക്കയിലെ ജീവിതം വിവരിക്കുക. ചിഷ്തി. അപ്പോൾ ഒരു ചിഷ്തി ഒരു സമ്പ്രദായമാണ്. അപ്പം ചിഷ്തി സമ്പ്രദായത്തിലെ സൂഫികൾ ലളിതവും ദരിദ്രവുമായ ജീവിതമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പം ചിഷ്തി സമ്പ്രദായത്തിലെ സൂഫികൾ ലളിതവും ദരിദ്രവുമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇവരുടെ ആശ്രമങ്ങളെ ഖാൻഖാവുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഖാൻഗാഹുകളിലേക്ക് ഒത്തുകൂടുകയും ആത്മീയ ചർച്ചകളിൽ പങ്കാളികളാകുകയും ചെയ്തു. അപ്പോൾ ഖാൻഗാഹുകളിലേക്ക് ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടുകയും ചർച്ചകളിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. ഭരണാധികാരികളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ഇവർ അകലം പാലിച്ചു. പണം സമ്പാദിക്കുന്നതിന് പകരം ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് അന്നത്തെ കാര്യങ്ങൾ നടത്തിപ്പോന്നു. ഭരണാധികാരികളിൽ നിന്ന് രാജാക്കന്മാരിൽ നിന്നൊക്കെ ഇവർ കൃത്യമായ അകലം പാലിച്ചു. പണം സമ്പാദിക്കുന്നതിന് പകരം ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് അന്നത്തെ കാര്യങ്ങൾ നടത്തിപ്പോന്നിരുന്നു. ഈശ്വരനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ സംഗീതത്തെയും നൃത്തത്തെയും അവർ മാധ്യമമാക്കി. ഈശ്വരനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ സംഗീതവും അവർ സമാ എന്നാണ് അറിയപ്പെടുന്നത്, നൃത്തത്തെയും അവർ മാധ്യമമാക്കി.